എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ അടുത്ത ദിവസത്തിലെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇനി നമ്മൾ വരാൻ പോകുന്ന ദിവസങ്ങൾ കാണുന്ന നല്ല അത്യുഗ്രം വിശേഷങ്ങളൊക്കെ തന്നെയാ. കാരണം പിങ്കിക്കോട് നല്ല എട്ടിന്റെ പണി കിട്ടുന്നുണ്ട്. പിങ്കി ഇത്രയും ദിവസം നന്ദയോടും ഗൗതമിനോടും കാണിച്ച ക്രൂരതയ്ക്ക് അങ്ങനെ ഒരു അവസാനം ഉണ്ടാവുകയാണ്. പിങ്കിയുടെ കൺമുന്നിൽ കൂടെ ഗൗതവും നന്ദയും ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന കാഴ്ച കണ്ട് സമനില തെറ്റാൻ പോകണം ഇനി പിങ്കിയുടെ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണാൻ പോന്നെ. എന്നാലും നമ്മൾ കണ്ടു ആകെപ്പാടെ വിഷമത്തിലായിരുന്നു ഗൗതം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിങ്കിയുടെ ക്രൂരത കാരണം നാളെ നേരം വെളുക്കുമ്പോൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലാനാ പറഞ്ഞ്, താലി കെട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അവള് തന്റെ അമ്മയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നന്ദയോട് പറഞ്ഞു. നന്ദയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നന്ദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, തന്റെ താലി അറുത്തു മാറ്റാനുള്ള പണി അവള് പറഞ്ഞു കൊടുത്തിരിക്കണേ. ഇത് കേട്ട് സഹിക്കവയ്യ നന്ദ അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോ ഗൗതം ആകെപ്പാടെ പെട്ടുപോയി. ഗൗതത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആരോടാ ഒന്ന് ചോദിക്കണേ. ഈ സമയത്ത് അരുൺ അങ്ങോട്ട് വരുന്നേ. അരുൺ വന്നിട്ട് എന്താ ബ്രോ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കുക. പിന്നീട് ഗൗതം പിങ്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയും. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അരുൺ പറഞ്ഞു, അവൾക്ക് ഭ്രാന്ത എന്റെ ബ്രോ, അതൊന്നും കേൾക്കാനായിട്ട് ബ്രോ നിൽക്കണ്ട. അല്ലേലും എന്താ ഒന്ന് ഓർത്തു നോക്കേ, അത് അനിയന്റെ ഭാര്യയല്ലേ, ആ രീതി കണ്ടാ പോരെ. പിന്നെ എന്തിനാ ഒരു കാര്യം ചെയ്യാം, എന്തൊക്കെ സംഭവിച്ചാലും ശരി. ഇനിയിപ്പം ലക്ഷ്മിയമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞാലും ശരി, അവള് പോയി പറയുവാണെ പറയട്ടെ, കുഴപ്പമില്ല, അതോടുകൂടി കാര്യങ്ങളൊക്കെ തീരൂലോ എന്നും പറഞ്ഞുകൊണ്ട് താലി കെട്ടി പെണ്ണിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഇനി അവളെ സ്വീകരിക്കാനാ? എനിക്കറിയില്ലടാ എന്ത് ചെയ്യണമെന്ന്. എനിക്ക് എന്റെ അമ്മേനെ കുറിച്ച് ഓർത്തിട്ട് ഒന്നും പേടിക്കണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ധൈര്യമായിട്ടിരിക്കുക. അവ ഒരു കാര്യം ചെയ്യുക, അവളോട് 2 ദിവസം അവിടെ ചോദിക്കാൻ പറയാം. 2 ദിവസം എന്നിട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ തന്നെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. എന്റെ ബ്രോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ തളർന്നു പോവരുത്. നമ്മൾ ഏത് ഘട്ടത്തെയും തരണം ചെയ്യണം. ഒന്നും അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ അല്ലേ, തളരാൻ പാടുണ്ടോ? അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇത് ജീവിത പ്രശ്നം അറിയാലോ. എന്റെ അമ്മയ്ക്ക് ഒരു പോറൽ പോലും സംഭവിച്ചാൽ ഞാൻ സഹിക്കില്ല. ഞാൻ അത്രമാത്രം എന്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ട്, എനിക്കറിയാം ബ്രോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവളെ പിങ്കിനെ തളയ്ക്കേണ്ട അത്യാവശ്യ കാര്യമാണ്. അവൾക്കൊട്ടൊരു പണി കൊടുക്കണം. ഇപ്പൊ തന്നെ അനിത വല്യമ്മേനെ അന്വേഷിച്ച് പോയിരിക്കുമല്ലേ വല്യച്ഛനും എൻ്റെ അച്ഛനും എല്ലാവരും കൂടെ. ഒരു പക്ഷേ ഇനിയിപ്പം വല്യമ്മ തിരിച്ചു വന്നാലോ, അങ്ങനെ തിരിച്ചു വരുവാണെങ്കിൽ കാര്യത്തിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവെന്ന് പറയാം. പക്ഷെ അതൊന്നും അവര് വന്നിട്ട് കാര്യമില്ലോടാ, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ അരുണേന്ന് ചോദിക്കുക. അരുമ ശരിയാ ബ്രോ, കാര്യങ്ങളൊക്കെ ശരിയാ. ഒരു കാര്യം ചെയ്യാം, ഇനി പിങ്കി ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അങ്ങ് പറ. പിന്നത്തെ കാര്യം നമുക്ക് പിന്നെയല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. പക്ഷെ ഗൗതത്തിന് മനസ്സിന് സമാധാനം ഉണ്ടാകുന്നില്ലായിരുന്നു. എത്രയോ വട്ടം അവളോട് പറഞ്ഞു കൊടുത്താണ്, ഒരു തവണയല്ല പല വട്ടം. തന്റെ അനുജന്റെ ഭാര്യയാണ്, ആ രീതിയിലാണ് കാണുന്നത്. പക്ഷെ എങ്കിൽ അവളോ ഇപ്പോഴും ആ രാമേശ്വരത്തെ ആ ഒരിതാണ്. രാമേശ്വരത്ത് താൻ അവളുടെ പ്രണയിച്ച് നടന്നാന്ന് അവളുടെ വിചാരം. താനൊരു ഭർത്താവ് വന്നൊരു ചിന്ത പോലും അവൾക്കില്ല. നന്ദയെ കരയിപ്പിക്കുക മാത്രം അവളുടെ ഇപ്പോഴത്തെ ഉദ്ദേശം. എങ്ങനെ നന്ദയെ കരയിക്കണം, അതിനു വേണ്ടിയിട്ട് മാത്രമാ. നന്ദയുടെ താലി ഇറക്കാനായിട്ട് ഒരു കാരണവശാലും അവളെ സമ്മതിക്കില്ലെന്ന് ഗൗതം കരുതുവാണ്. പിന്നീട് ഗൗതം നേരെ ചെല്ലുന്ന നന്ദയുടെ അടുത്തേക്കാ. ഈ സമയം നന്ദ ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുക. നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. പിങ്കിയുടെ ഈ ക്രൂരത കാരണം കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗതം വരിയിലേക്ക് ചെല്ലുവാണ്. ഗൗതം ചെന്ന് നന്ദയെ ചേർത്ത് പിടിക്കുകയാണ്. നന്ദ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം എന്തിനാ സങ്കടപ്പെടുന്നേ, ഒരു കാരണവശാലും ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഒരു കാരണവശാലും പിങ്കിയുടെ കഴുത്തിൽ താലി അടത്താൻ പോകുന്നില്ല. പിന്നെ ലക്ഷ്മി അമ്മയോട് പറയുമെന്നും പറഞ്ഞാലേ അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണേ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഞാൻ അരുണിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയാം. പിന്നീട് അരുൺ പറഞ്ഞ കാര്യങ്ങളും പറയാം. എന്നാലും എനിക്ക് പേടിയാ, അറിയാലോ, എനിക്ക് ആരുമില്ല. ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആകെയുള്ള എൻ്റെ സ്വത്ത് എൻ്റെ അച്ഛനായിരുന്നു. എൻ്റെ അച്ഛൻ പോയില്ലേ, ഇനിയിപ്പോൾ എനിക്കുള്ളത് ഗൗതം സാറ് മാത്രമാണ്. പിന്നെ ഗൗതം സാർ എന്നെ വേണ്ടാന്ന് പറയുവാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി തന്നോളാം. ഇനി ലക്ഷ്മി അമ്മയുടെ ജീവന് വേണ്ടിയിട്ട് വേണേ ആ കാര്യം ചെയ്യാൻ സമ്മതം എന്ന് പറയാം. പെട്ടെന്ന് നന്ദയെ ചേർത്ത് വിളിച്ചിട്ട് ഗൗതം പറഞ്ഞു, ഒരിക്കൽ പോലും അങ്ങനെ പറയരുത്. നിന്നെ എനിക്ക് ഉപേക്ഷിച്ചിട്ട് ഒരു കാരണവശാലും അവളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലും അവളെപ്പോലൊരു പെണ്ണിനെ ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരില്ല. അത് അവൾക്ക് മനസ്സിലാഞ്ഞിട്ടാന്ന് പറയാം. പിന്നീട് നമ്മൾ കാണാൻ പോകുന്ന അരുന്ധതിയുടെ അടുത്തേക്ക് ജഗന്നാഥനും മഹേശ്വരും ചെല്ലുന്നുണ്ട്. അങ്ങനെ അരുന്ധതിനെ കണ്ടെത്തുവാണ്. അരുന്ധതിയുടെ അനിയത്തിയുടെ അടുത്തുണ്ടായിരുന്നു, അനസൂയയുടെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി കണ്ടെത്തുവാണ്. അവിടെ പോയി കണ്ടെത്തി കഴിയുമ്പം അവരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആരും ഈ പിങ്കിയൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം വരുന്നത് കൂട്ടിക്കൊണ്ട് വരുന്ന. പക്ഷേ എങ്കിൽ ആ സമയത്ത് വേറൊരു കാര്യം കൂടെ നടന്നു. അർജുൻ ജയിൽ മോചിതനായിട്ടുണ്ടായിരുന്നു. അർജുന് പട്ടാളത്തിൽ നിന്ന് ചാടിപ്പോയതിന്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ അവൻ ജയിൽ മോചിതനായിരുന്നു. പക്ഷേങ്കിൽ അബദ്ധവശാല് അവൻ അരുന്ധതിയുടെ മഹേഷിന്റെ ഒക്കെ കൺമുന്നിൽ പെടുവാണ്. അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ടാണ് അവര് വീട്ടിലേക്ക് വരുന്നത് തന്നെ.
അത് പിങ്കി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. പിങ്കിയുടെ സങ്കല്പത്തിൽ പോലും അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. അങ്ങനെ അർജുൻ തിരിച്ചു വരുവാണ്. അർജുൻ തിരിച്ചു വന്നപ്പോൾ അർജുനെ കണ്ടത് വിളറി വെളുത്തുപോയി പിങ്കി. പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. കാരണം ഗൗതമിന് ഇന്ന് ഗൗതം ക്ഷേത്രത്തിലേക്ക് കൊണ്ടാന്ന് പറഞ്ഞ ദിവസമായിരുന്നു. ക്ഷേത്രത്തിലേക്ക് അപ്പൊ ആ ഒരു പ്രതീക്ഷയോടെ രാവിലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന പിങ്കിയുടെ അരിയിലേക്ക് വരുന്നത് അർജുനായിരുന്നു. അർജുനെ കണ്ടത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരു അവസ്ഥയായി പോയി പിങ്കിക്ക്. പിന്നീട് പിങ്കി സമനില തെറ്റിയ പോലെ പോയി. തന്റെ എല്ലാ മോഹങ്ങളും പ്രതീക്ഷകളും തകർന്ന് തരിപ്പണമായെന്ന് മനസ്സിലായി. അങ്ങനെ അരുന്ധതി വീട്ടിലേക്ക് കയറി വരുമ്പം ലക്ഷ്മിയമ്മ എല്ലാരും കൂടെ ഓടിച്ചെല്ലുന്നുണ്ട്. അപ്പൊ അരുന്ധതി പറഞ്ഞു, ഞാനും ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറി വരുന്നെന്നും വിചാരിച്ച, പക്ഷെ എന്ത് ചെയ്യാനാ, വരേണ്ട വന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്ന് പറയാം. അങ്ങനെ പ്രിയേനെയും കൂടെ കൂട്ടിക്കൊണ്ടായിരുന്നു വരുന്നത്. അപ്പൊ പ്രിയയും അരുന്ധതിയും അനസൂയയും എല്ലാരും കൂടെയാണ് അങ്ങോട്ട് വരുന്നത്. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദയ്ക്കും ഗൗതമത്തിനും എല്ലാവർക്കും ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പക്ഷെ ഗാഥനെ സുജാതയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. കാരണം വന്നപ്പോൾ തന്നെ അരുന്ധതി അവരെ എടുത്തിട്ട് കുടയുവാണ്. അവരിവിടെ കയറ്റി താമസിപ്പിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അരുന്ധതി. കാരണം അരുന്ധതിയുടെ മുറിയിലാണല്ലോ സുജാത താമസിക്കുന്നത്. പിന്നീട് സുജാതനെ അവിടുന്ന് വേറെ മുറിയിലേക്കൊക്കെ മാറ്റുന്നുണ്ട്. മഹേശനെയൊക്കെ കുറെ ചീത്ത പറഞ്ഞു അവിടെ നിർത്തിയതിന്റെ പേരിൽ. അവസാനം മഹേശനെ കയ്യെ കാലെ വീണ് ഏട്ടത്തിയോട് കുറച്ച് ദിവസം കൂടെ അവരിവിടെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞൊരു സമ്മതമൊക്കെ മേടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പ്രമോ വിശേഷത്തെ കണ്ട മറ്റൊരു ഏറ്റവും നല്ല അടിപൊളി വിശേഷം, ക്ഷേത്രത്തിൽ വെച്ച് വീണ്ടും അർജുനും പിങ്കിയും കൂടെ വിവാഹിതരാവുകയാണ്. അപ്പൊ പിങ്കി ഒരിക്കലും ചിന്തിച്ച കാര്യമല്ല. അർജുന്റെ താലി ഊരി മാറ്റിയിട്ട് ഗൗതമിന്റെ താലി കഴുത്തി വീഴാനായിട്ട് കാത്തിരുന്നവളുടെ കഴുത്തിലേക്ക് വീണ്ടും അർജുൻ പോയി മാലയിട്ട് താലി ചാർത്തുവാണ്. സമനില തെറ്റിയ പോലെയാ പിങ്കി ആ കൂടെ നിൽക്കുന്ന കാഴ്ചകളൊക്കെ കാണുന്നത്. അങ്ങനെ പിങ്കിയുടെ എല്ലാ സ്വപ്നങ്ങളും മോഹങ്ങളും പൊലിഞ്ഞു കഴിയുമ്പോൾ പിങ്കിക്ക് പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയെ വരുന്നത്. അങ്ങനെ താലി ചാർത്തി വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരിക. പക്ഷെ ഈ സമയത്ത് ഗൗതമിന്റെ നന്ദയുടെയൊക്കെ പ്രണയം കണ്ടിട്ട് പിങ്കിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അർജുനാണ് പകുതി മരിച്ചെന്ന രീതിയിലാണ് വീട്ടിൽ വന്നിരിക്കുന്നത്. അർജുനും ജീവിക്കണോ മരിക്കണോ എന്ന് പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കാരണവശാലും ഇന്ത്യപുരത്തിലേക്ക് വരണമെന്ന് വിചാരിച്ചിരുന്നല്ല, അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങോട്ട് വരേണ്ട വന്നത്. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിങ്കിക്ക് തന്നെ ഇഷ്ടമില്ലെന്ന് അർജുന് നന്നായിട്ട് അറിയാം. പക്ഷെ ഗൗതമേന്റെ കല്യാണം വേറെ കഴിഞ്ഞു. നന്ദനെ കല്യാണം കഴിച്ചെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് വീണ്ടും അർജുൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത് തന്നെ. അങ്ങനെ പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട് അവർ രണ്ടുപേരും തീരുമാനിക്കുന്ന സമയത്ത് പിങ്കി അതിന് സമ്മതിക്കുന്നില്ല. പിങ്കിയുടെ സ്വഭാവം അറിയാലോ. പിങ്കി ഒരു കാരണവശാലും പിങ്കിക്ക് അർജുനെ സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ല. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ പിങ്കി ഒരിക്കലും അർജുൻ്റേതാവില്ലെന്ന് പിങ്കി ഉറപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഈ സമയത്ത് ഗൗതം നന്ദയും കൂടെ അവരുടെ പ്രണയത്തിലേക്ക് പോവാണ്. കാരണം മുമ്പ് എങ്ങനെയായിരുന്നു അവരുണ്ടായിരുന്നത് അതുപോലെ തന്നെ വീണ്ടും അവര് ഇതൊക്കെ കണ്ട് സമനില തെറ്റിയ പോലെ പിങ്കി വീണ്ടും പെരുമാറുവാണ്. ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു വിശേഷം കാണിക്കുന്ന സുജാതനെ കുറിച്ചും ഗാഥയെ കുറിച്ചുള്ള ആ വലിയ സത്യം അവസാനം പിങ്കി തുറന്നു പറയുവാണ് ലക്ഷ്മിയമ്മയോട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലക്ഷ്മിയമ്മ മുറിയിൽ കയറി കഥ കടച്ചിരുന്നപ്പോഴത്തേനും എല്ലാവരും അരുന്ധതിയും എല്ലാവരും കൂടെ വന്ന് കഥയൊക്കെ തള്ളി തുറന്ന് അകത്ത് കയറുന്നുണ്ട്. ലക്ഷ്മിയമ്മ പിന്നീട് ഒരു ഭ്രാന്തിയെ പോലെയാണ് മഹേഷിനോട് പെരുമാറുന്നത്. അങ്ങനെ സുജാതനെ ഗാഥനെ അവിടുന്ന് ഇറക്കി വിടാനായിട്ട് തുടങ്ങുവാണ്. അരുന്ധതി വന്നിട്ട് ഇറക്കി വിടാനായിട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേനും മഹേശ്വരൻ വന്നിട്ട് അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് അവരുടെ അരുന്ധതിയോട് ക്ഷമാപണമൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ വരാൻ പോകുന്നത്. ഇപ്പൊ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. പിങ്കി കാരണം ഒരു കുടുംബം തന്നെ തകരാൻ പോവാണ്. പക്ഷെ അതിനിടയ്ക്കും പിങ്കിക്ക് 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. അർജുന്റെ വരവോടെ പിങ്കി കുറച്ച് ഒതുങ്ങുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇനിയിപ്പം അർജുൻ ഇപ്പൊ പഴയ സ്വഭാവം ആയിരിക്കില്ല. ഇനിയിപ്പം പിങ്കിനെ മിക്കവാറും ഇനി അടിച്ചൊതുക്കാനുള്ള വഴികളുണ്ട്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.